അല്ലെങ്കിലും അങ്ങനെയാണ്. ഗോളടിക്കുന്നവർക്കാണ് പേരും പെരുമയും. അത് തടുക്കുന്നവർ അംഗീകരിക്കപ്പെടാൻ സമയമെടുക്കും. ലോകകപ്പ് സെമി ഫൈനൽ വരെ 7 മത്സരങ്ങളിൽ സ്പെയിൻ 13 ഗോളടിച്ചപ്പോൾ ഒരെണ്ണം മാത്രമാണ് ലാമിൻ യമാലിന്റെ പേരിലുള്ളത്. എന്നാൽ ഇത്രയും കളിയിൽ ഒറ്റ ഗോൾ മാത്രം വഴങ്ങിയ സ്പാനിഷ് പ്രതിരോധത്തിന്റെ നടുനായകത്വത്തിൽ ഒരു 19 വയസ്സുകാരൻ നെഞ്ചുവിരിച്ച് നിൽക്കുന്നുണ്ട്. അയാളുടെ പേരാണ് പൗ കുബാർസി, സ്പാനിഷ് ഡിഫൻസിന്റെ മാന്ത്രിക പൂട്ട്. ക്രിസ്ത്യാനോയും മെസ്സിയും നെയ്മറും എംബാപ്പയുമെല്ലാം കൗമാരത്തിൽ തന്നെ ആരാധകർ സൃഷ്ടിച്ച ഫോർവേഡുകളായിരുന്നുവെങ്കിൽ മാറ്റവൂസും കന്നവാരയുമൊക്കെ കരിയറിന്റെ പീക്കിൽ മാത്രം വ്യാപകമായി തിരിച്ചറിയപ്പെട്ട ഡിഫൻഡർമാരാണ്. ആ ചരിത്രത്തിന് അപവാദമാണ് പൗ കുബാർസി. എംബാപ്പയും ഡെംബലയും ഒലിസയും ബാർക്കോളയും മാർത്തിരുമ്പിയ ഭയാനകരമായ ഫ്രഞ്ച് ആക്രമണങ്ങൾക്ക് മുന്നിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ അവൻ കെട്ടിയ കോട്ട വന്യമായിരുന്നു. എംബാപ്പയുടെ നിഴലിനേക്കാളേറെ നേരം അവനായിരുന്നു അയാളുടെ കൂടെ. ഗോൾ കീപ്പർ ഉനൈ സിമോൺ നയിക്കുന്ന സ്പാനിഷ് കോട്ടയുടെ ദ്വാരപാലകരിൽ നടുനായകത്വം കുബാർസിക്കും ലപ്പോർട്ടക്കുമായിരുന്നു. കുക്കുറല്ലയും പോറോയും വിങ്ങുകളിലൂടെ കുതിച്ചു കയറുമ്പോഴും പ്രതിരോധം പാടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ജോലി അവർക്കായിരുന്നു. 7 മത്സരങ്ങളിൽ 6ലും സ്പെയിൻ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയത് സിമോണിന്റെ മാത്രം മികവായിരുന്നില്ല. 96% പാസിംഗ് കൃത്യതയോടെ ബാക്ക്ലൈനിൽ നിന്ന് കളിമെനയുന്ന കുബാർസി ഹാൻസി ഫ്ലിക്കിന്റെ ബാർസലോണയും ഫ്യൂൻഡയുടെ സ്പെയിനിലും ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കളിക്കളത്തിലെ മികവിനപ്പുറം പ്രായത്തേക്കാൾ പക്വമായ വാക്കുകൾ കൊണ്ടും കുബാർസി ശ്രദ്ധ നേടുന്നു. ഫ്രാൻസിന്റെ കളിക്കാർക്കെതിരായ സ്പാനിഷ് മുൻ പ്രസിഡന്റ് മരിയാനോ റജോയിയുടെ വംശീയ പരാമർശത്തോടുള്ള കുബാർസിയുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. നിറം പ്രസക്തമല്ല, നമ്മളെല്ലാം മനുഷ്യരാണ്. കുബാർസിയുടെ കേളിശൈലി ഫുട്ബോൾ ആരാധകരെ ക്ലാസിക് ഡിഫൻസിന്റെ സുവർണകാലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൗളോ മാൾഡിനിയുടെ പൊസിഷനിങ്ങും ലോത്തർ മാത്യൂസിന്റെ പാസിങ്ങും കാർലോസ് പുയോളിന്റെ പോരാട്ടവീര്യവും സെർജിയോ റാമോസിന്റെ നേതൃമികവും ജെറാഡ് പിക്യുടെ തന്ത്രങ്ങളും ഒത്തുചേർന്ന സമ്പൂർണ്ണ ഡിഫൻഡറാണ് പൗ കുബാർസി. ആക്രമണ സ്വഭാവം കാണിക്കാതെ ഉള്ളിലെ സ്വതന്ത്രമോഹം കൊണ്ട് തീർത്ത ശാന്തമായ പ്രതിഷേധങ്ങളാൽ പ്രതിരോധത്തിന്റെ കോട്ട തീർക്കുന്ന ജനതയാണ് കാറ്റലോണിയക്കാർ. 2007 കാറ്റലോണിയയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പയ്യൻ കാർപ്പന്ററി ബിസിനസ് ചെയ്യുന്ന തന്റെ അച്ഛന്റെ തടി കൊണ്ടുള്ള നിർമ്മിതികൾ കണ്ടാണ് വളർന്നത്. ഏതൊരു കാറ്റലോണിയക്കാരനെയും പോലെ സിരകളിൽ ഫുട്ബോൾ ആവേശം പടർന്നവൻ പിന്നീട് കളത്തിൽ സ്പെയിനിന് വേണ്ടി കാറ്റാലൻ ജനതയുടെ ശാന്തമായ പ്രതിരോധവും മനസ്സും സിരകളിലെ ഫുട്ബോൾ വീര്യവും സമന്വയിപ്പിച്ച് ഒരജയ്യമായ പ്രതിരോധ കോട്ട തന്നെ പണിതുയർത്തി. ആ കോട്ടയുടെ സുരക്ഷയിൽ ഇന്ന് സ്പെയിൻ തങ്ങളുടെ ചരിത്രത്തിലെ 2ാമത്തെ ലോകകപ്പ് ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ ആ പ്രതിരോധത്തിന് ഒരേയൊരു പേര് മാത്രമേ ഉള്ളൂ, പൗ കുബാർസി. 2010 ലോകകപ്പിൽ സെർജിയോ റാമോസും ജെറാഡ് പിക്കോയും കാർലോസ് പുയോളും ചേർന്ന് പണിത വിഖ്യാതമായ സ്പാനിഷ് പ്രതിരോധ മതിൽ 2026 കുബാർസിയും കുക്കുറല്ലയും പെഡ്രോ പോറോയും ചേർന്ന് വീണ്ടും പണിതുയർത്തിയിരിക്കുന്നു. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്ന കിലിയൻ എംബാപ്പയെ നേരിടുന്നതിനെക്കുറിച്ച് ഫ്രാൻസിനെതിരായ സെമി ഫൈനലിന് മുമ്പേ തന്നെ കുബാർസി വളരെ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിച്ചത്. എംബാപ്പെ എന്ന ലോകോത്തര സ്ട്രൈക്കറെ തനിക്ക് ഭയമില്ലെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ കഴിവുകളെ പൂർണ്ണമായും മാനിക്കുന്നുണ്ടെന്നും കുബാർസി വ്യക്തമാക്കിയിരുന്നു. എപ്പോൾ വേണമെങ്കിലും കരിയറിലെ ഗതി മാറ്റിമറിക്കാൻ കഴിവുള്ള എംബാപ്പയെ പ്രതിരോധിക്കാൻ 90 മിനിറ്റും പൂർണ്ണ ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ ആത്മവിശ്വാസം വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന് ആ സെമി ഫൈനൽ മത്സരം സാക്ഷ്യം വഹിച്ചു. ജൂലൈ 14 ഫ്രാൻസിനെതിരായ നിർണായക പോരാട്ടത്തിൽ സ്പെയിൻ 2-0 എന്ന സ്കോറിന് വിജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് കുബാർസിയുടെ ഈ പ്രതിരോധ മികവിന് തന്നെയാണ്. ഈ ലോകകപ്പിൽ 8 ഗോളുകൾ നേടിയിരുന്ന എംബാപ്പയെ ഒരൊറ്റ ഗോൾ പോലും നേടാൻ അനുവദിക്കാതെ കുബാർസി തടഞ്ഞു നിർത്തി. ശരിയായ സമയത്തുള്ള ഇടപെടലുകളിലൂടെയും കൃത്യതയാർന്ന മാർക്കിങ്ങിലൂടെയും എംബാപ്പയുടെ മുന്നേറ്റങ്ങളെല്ലാം അദ്ദേഹം വിഫലമാക്കി. മത്സരത്തിൽ വെറും 3 ഷോട്ടുകൾ മാത്രമാണ് ഉതിർക്കാൻ എംബാപ്പക്ക് സാധിച്ചത്. മൈക്കൽ ലോയർസബാറിന്റെയും പെഡ്രോ പോറയുടെയും ഗോളുകളിൽ സ്പെയിൻ വിജയിച്ചപ്പോൾ പൂർണ്ണസമയം കളത്തിലുണ്ടായിരുന്ന കുബാർസിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിര ഫ്രാൻസിനെതിരെ ഒരു തകർപ്പൻ ക്ലീൻ ഷീറ്റാണ് സ്വന്തമാക്കിയത്. എതിരാളികളുടെ മുന്നേറ്റങ്ങളെ തകർക്കുക മാത്രമല്ല, കൃത്യമായ പാസുകളിലൂടെ സ്വന്തം ടീമിന്റെ ആക്രമണങ്ങൾക്ക് തുടക്കമിടാനുള്ള കുബാർസിയുടെ കഴിവ് സ്പെയിനിന്റെ ഫൈനൽ പ്രവേശനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് ലോക ഫുട്ബോളിലെ ഏറ്റവും കഠിനമായ വെല്ലുവിളികൾ പോലും അതിജീവിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ഈ ടൂർണമെന്റിലൂടെ കാണിച്ചു കൊടുത്തു. കിലിയൻ എംബാപ്പയെ പോലുള്ള ഇതിഹാസ താരത്തെ നിഷ്പ്രഭനാക്കിയ ആ 19-കാരൻ ഇന്ന് സ്പാനിഷ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ അഭിമാനവും ഭാവി വാഗ്ദാനവുമായി മാറിയിരിക്കുകയാണ്.
എന്തൊരു പ്രകടനമാണ് ചെക്കൻ്റേത്. ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ അറ്റാക്കർമാരിൽ ഒരാളായ കിലിയൻ എംബാപ്പയാണ് അയാൾ തന്റെ വരുതിയിലാക്കിയത്. സ്പെയിനിന്റെ പ്രതിരോധത്തിലെ വൺമതിലായി മാറിയ കുബാർസി ഫ്രാൻസ് അറ്റാക്കിന് ബോക്സിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 19-ാം വയസ്സിൽ തന്നെ ലോകവേദിയിൽ ഇങ്ങനെ തിളങ്ങുന്ന യുവതാരം ചരിത്രത്തിലേക്കുള്ള തന്റെ പേര് കുത്തിവെക്കാനുള്ള യാത്രയിലാണ്. എന്തൊരു ടാലന്റാണിത്. ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ, പൗ കുബാർസി.